ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിയാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മല്ലു ക്രിയേറ്റർ. അപ്പോൾ ഇന്നലെ നൈറ്റ് ഏകദേശം അതായത് 20/9/2019 നമ്മുടെ ഒരുപാട് വെരിഫൈഡ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനൊക്കെ ഒരു ചെറിയ മെസ്സേജ് വന്നു. ഏകദേശം ഈ ഒക്ടോബർ ലാസ്റ്റോട് കൂടി നിങ്ങളുടെ ചാനലിൻ്റെ വെരിഫിക്കേഷൻ ഞങ്ങൾ ഒഴിവാക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനലിന് ഒരു യൂട്യൂബിൻ്റെ ആ ഒരു ക്രൈറ്റീരിയ എത്താൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ഈ ഒരു ഇഷ്യൂ, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് പോയ ബാഡ്ജ് നമുക്ക് തിരിച്ചെടുക്കാം എന്നതിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സാധാരണയായിട്ട് യൂട്യൂബ് 1,00,000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 100K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ബ്ലൂ ടിക്ക് മാർക്ക് കൊടുത്തിരുന്നു, ഒരു വെരിഫിക്കേഷൻ ബാഡ്ജ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് അങ്ങനെ അത്ര വലിയ ക്രൈറ്റീരിയകളൊന്നും ഇല്ലായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഒരു ക്രൈറ്റീരിയ ഇല്ലായിരുന്നു. പക്ഷേ ലാസ്റ്റ് അപ്ഡേറ്റിൽ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇനി മുതൽ ട്രേഡ് മാർക്ക് ലൈസൻസ് വേണമെന്നുള്ള ഒരു മാൻഡേറ്ററി ആക്കിയിരുന്നു. അതിനുശേഷം വന്ന അപ്ഡേറ്റിൽ നമ്മൾ പല സുഹൃത്തുക്കൾക്കും വെരിഫിക്കേഷൻ ബാഡ്ജ് കിട്ടാത്തപ്പോൾ നമ്മൾ യൂട്യൂബിനെ സമീപിക്കുന്ന സമയത്ത് മുഖം കാണിക്കാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർ ഒരു ചെറിയ വീഡിയോ അയക്കാൻ പറഞ്ഞിരുന്നു. അതായത് നിങ്ങൾ മുഖം കാണിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ. അതിനുശേഷം നമ്മൾ അയച്ചു കൊടുക്കാനൊക്കെ കൊടുത്തു, കുറേ ആളുകൾക്ക് വെരിഫിക്കേഷൻ ബാഡ്ജ് കിട്ടി. പക്ഷേ ഇപ്പോഴാണ് ഒരു ഇടിവെട്ടൻ ഒരു ബാഡ് ന്യൂസുമായിട്ട് യൂട്യൂബ് വന്നിട്ടുള്ളത്, വെരിഫിക്കേഷൻ ബാഡ്ജ് അങ്ങ് ഒഴിവാക്കി എന്നുള്ളത്. അപ്പം ഇത് എന്തിനാണെന്ന് വെച്ചാൽ പോപ്പുലാരിറ്റി ഒന്നും കൂടി കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ യൂട്യൂബ് മുമ്പ് വരെ ചെറിയ ഒരു നെറ്റ്വർക്ക് ആയിരുന്നു, ഇപ്പോൾ അവർ ഹ്യൂജ് ലോകം മുഴുവൻ പടർന്നു കിടക്കുന്നതാണ്. അതുപോലെ തന്നെ യൂട്യൂബേഴ്സിൻ്റെ എണ്ണത്തിലും അധികമായ വർധന വന്നിട്ടുണ്ട്. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. പിന്നെ ജെനുവിനിറ്റി എന്നുള്ളത് നമ്മളൊരു വെരിഫിക്കേഷൻ ബാഡ്ജിലല്ല ഉൾക്കൊള്ളുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ഇനിയും നമ്മൾ പഴയതുപോലെ തന്നെ കണ്ടന്റ് ഇടുക, ഇനി മോണിറ്റൈസേഷൻ എന്നൊരു പണി തരാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പോയ വെരിഫിക്കേഷൻ ബാഡ്ജ് എങ്ങനെ തിരിച്ചെടുക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് ഓൾറെഡി ഈ ഒരു മെയിലിൽ തന്നെ നമുക്ക് അപ്പീൽ ചെയ്യാൻ പറഞ്ഞിരുന്നു, പക്ഷേ അപ്പീൽ ചെയ്തിട്ട് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇനി മുതൽ പ്രോപ്പറായിട്ട് നമ്മൾ പോപ്പുലാരിറ്റി കൂട്ടുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് ചെയ്യണം. അതായത് മുമ്പൊക്കെ എന്ന് പറഞ്ഞ് സ്വന്തം നാട്ടിലുള്ളവർക്ക് പോലും അറിയില്ലായിരുന്നു നമ്മളൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന്. അതൊക്കെ മാറിയിട്ട് ഇനി നമുക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. സാധാരണ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററൊക്കെ കൊടുക്കുന്ന പോലെ നമുക്ക് ഒരു പോപ്പുലാരിറ്റി, അല്ലെങ്കിൽ നമ്മുടെ സെർച്ച്, അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് ഫീഡ്സ്, ഇതൊക്കെ വെച്ചിട്ടാണ് ഇനി അവർ ഫേസ്ബുക്കിൻ്റെ ഈ ഒരു വെരിഫിക്കേഷൻ ബാഡ്ജ് ക്രൈറ്റീരിയ കൊടുക്കുന്നത് എന്ന് തോന്നുന്നു. പിന്നെ ഇനി മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മ്യൂസിക്കൽ ചാനലുകൾക്ക് വെരിഫിക്കേഷൻ ബാഡ്ജ് എപ്പോഴും ഉണ്ടാവും, പക്ഷേ അവരുടെ വെരിഫിക്കേഷൻ ബാഡ്ജിൻ്റെ കളറുകൾ പല കളറുകളായിട്ട് വരുമെന്നൊക്കെയാണ് പുതിയ അപ്ഡേറ്റിൽ പറയുന്നത്. അപ്പം എല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജെനുവിൻ ക്രിയേറ്റേഴ്സ് അല്ലാത്ത ഒരുപാട് ആളുകൾക്ക് സർവൈവ് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പാടാണ് ഇനി വരുന്ന യൂട്യൂബ് അപ്ഡേറ്റുകളൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോയിലോ അല്ലെങ്കിൽ യൂട്യൂബിനെ കുറിച്ചുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കിടം വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. ദിസ് ഇസ് സൈനിങ് ഓഫ് നിയാസ്.